ഡ്രാമയാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന പടമാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ ഔട്ട്കം നല്ലതാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു പണക്കാരൻ്റെയും ഒരു തീമാണ്. കുഴപ്പമില്ല. വേറെ പണത്തിൻ്റെ ഒരു കഥ, പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും ഒരു തീമാണ്. കണ്ടിരിക്കാം. കോമഡിയാണ്. ആസിഫ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ സുരാജ് സ്ഥിരം കുറേ നാളിന് ശേഷം ഒരു കോമഡി കഥാപാത്രം ചെയ്തിരിക്കുന്നു. പിന്നെ തിരിച്ചെൻ്റെ വലിയ സംഭവം കാര്യങ്ങളൊന്നുമല്ല, ഒരു ആവറേജ് ഫ്ലിക്ക് അത്ര. കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഒരു കണക്ഷനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പടം കുഴപ്പമില്ല. ഒരു ഫാമിലി പടമായിട്ടാണ് തോന്നിയത്. ഇപ്പം ഡ്രാമയാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന പടമാണ്. പിന്നെ സുരാജ് ഒരു നോർമൽ കഥാപാത്രം, സാധാരണക്കാരൻ്റെ ഒരു കഥാപാത്രം. ആക്ഷൻസിന് വരുന്ന ഒരു കോമഡി ഇതൊക്കെ ഉള്ളൂ. ഡയലോഗ്സ് ഒക്കെ സാധാരണ നോർമൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ആസിഫ് അലി കുഴപ്പമില്ല, അഭിനയമാണേലും ഒരു പൊടിക്ക് കുറച്ച് ഓവർ പോലെ തോന്നി. എന്നാലും ആ ഒരു കഥാപാത്രത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയെല്ലാം ഒരു എന്താ പറയുക, ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലുക്കിങ്ങിലാണേലും പോലും പുതിയൊരു ഫാഷൻ ആണെങ്കിലും ട്രെൻഡ് ആണെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണേലും കാര്യങ്ങളൊക്കെയാണ്. പടം നല്ല വൈബിൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ ഔട്ട്കം നല്ലതാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറി പറയുന്ന നല്ലൊരു മൂവി. കോമഡി അങ്ങനെയില്ല, നല്ലൊരു സ്ക്രിപ്റ്റാണ്. അതായത് രണ്ട് ഫേസ് കാണിക്കുന്ന, ഒരു റിച്ചും പൂറും തമ്മിലുള്ള അന്തരം കാണിക്കുന്ന ഒരു മൂവിയാണിത്. എൻ്റെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ആദ്യത്തെ അരമണിക്കൂറുള്ള ഒരു ലാഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പടം ഓക്കെയാണ്. പറയാനൊന്നുമില്ല. കൊള്ളാം, നല്ല കൊള്ളാം, കുഴപ്പമില്ല.